Hello everyone, welcome to our channel Love for Literature 2.0. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് അല്ലെങ്കിൽ ELT എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഒരു സബ് ടോപ്പിക് ആയിട്ട് വരുന്ന ഒരു സബ് ടോപ്പിക്കാണ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്. ഇതിൽ നമ്മൾ പല രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലേണിംഗ് മെത്തേഡാണ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് അല്ലെങ്കിൽ CLL. സോ അതിൻ്റെ ഒരു ഡെഫിനിഷൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. CLL is a method in which students work together to develop what aspect of a language they would like to learn. സോ ഈ ഒരു ടീച്ചിങ് മെത്തേഡിൻ്റെ ബേസിക് ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സ്റ്റുഡൻസ് ആണ് ഇവിടെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു റോളിൽ വരുന്നത്. ടീച്ചറിൻ്റെ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിലും അത് പോകെ പോകെ കുറവായിട്ട് വരും. ഇവിടെ സ്റ്റുഡൻസ് ഒരു ടീമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത് ഏത് ലാംഗ്വേജ് അവർ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ലാംഗ്വേജിൻ്റെ ഏത് ആസ്പെക്റ്റ് പഠിക്കണമെന്നുള്ള എല്ലാ അതോറിറ്റിയും ഒട്ടോണമിയും സ്റ്റുഡൻസിനായിരിക്കും. അങ്ങനെ അവർ പിയർ ടീച്ചിങ്ങിലൂടെയാണ് ഈ ഒരു ലാംഗ്വേജ് അവരുടെ ടാർഗറ്റ് ലാംഗ്വേജ് അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത്. ഇവിടെ ടീച്ചർ ഒരു കൗൺസിലറിൻ്റെ ഒരു റോളിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു കൊളാബറേറ്റർ ആയിരിക്കും. പിന്നെ ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് ചാൾസ് എ കറൻ ആണ്. അദ്ദേഹം ചിക്കാഗോയിലെ ലയോള യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസറാണ്. ഈ ഒരു മെത്തേഡ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് സ്പീക്കിംഗ് ലിസ്ണിംഗ് സ്കിൽസ് ആണ്. ഇതാണ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിങ്ങിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ 5 സ്റ്റേജ് ആയിട്ട് നമുക്കിന്നെ ഡിഫൈൻ ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാം. സ്റ്റേജ് 1 റിഫ്ലക്ഷൻ. അപ്പോൾ സ്റ്റേജ് 1 റിഫ്ലക്ഷനിൽ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇമാജിൻ ചെയ്യാം, ഇപ്പോൾ ഒരു 10 സ്റ്റുഡൻസ് അവരെല്ലാം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്കെല്ലാം തന്നെ അത്ര ഒരു ഫ്ലുവൻസി ഇംഗ്ലീഷ് ലാംഗ്വേജിനില്ല. അവരെല്ലാം ബിഗിനേഴ്സാണ്. അപ്പോൾ ആ ഒരു 10 സ്റ്റുഡൻസ് ഉണ്ട്. അവർ ഈ ഒരു മെത്തേഡ് വഴി ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാം, അവർ ഒരു വട്ടത്തിൽ ഒരു ടേപ്പ് റെക്കോർഡറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഒരു സർക്കിളായിട്ടാണ് അവർ ഇരിക്കുന്നത്. ടീച്ചർ അവിടെ ഒരു ഗൈഡായിട്ട് ഒരു കൗൺസിലറായിട്ടുണ്ട്, സർക്കിളിന് പുറത്തായിരിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് റിഫ്ലക്ഷനിൽ സംഭവിക്കുന്നത് ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏത് ആസ്പെക്റ്റ് ആണ് അന്നത്തെ ദിവസം പഠിക്കേണ്ടതെന്നത് സ്റ്റുഡൻസ് ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം, അവർക്ക് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ നടത്തുന്നത് എന്നാണ് അവർക്ക് പഠിക്കാൻ താല്പര്യം. അതാണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള റിഫ്ലക്ഷനിൽ നടക്കുന്നത്. സ്റ്റുഡൻസ് തീരുമാനിക്കുന്നു ഏത് ആസ്പെക്റ്റ് ആണ് അവർക്ക് പഠിക്കാൻ താല്പര്യമുള്ളതെന്ന്. അത് ടീച്ചറിനോട് അവരുടെ മദർ ടങ്ങിൽ അവർ പറയുന്നു. സ്റ്റേജ് 2 ഈസ് റെക്കോർഡഡ് കോൺവെർസേഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലൊരു കോൺവെർസേഷനാണ് അവർക്ക് വേണ്ടത്. അവർക്ക് അത്യാവശ്യം ഒരു ഫ്ലുവൻസി ഇല്ല. അപ്പോൾ അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഡയലോഗ് എന്താണെന്നുള്ളത് അവരവരുടെ ഫസ്റ്റ് ലാംഗ്വേജ്, അതായത് അവരുടെ മദർ ടങ്ങിൽ അവർ ടീച്ചറിനോട് പറയുന്നു. ടീച്ചർ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. കുട്ടി അത് മനഃപ്പാടാക്കിയതിന് ശേഷം ആ ഒരു ഇംഗ്ലീഷിലുള്ള ഡയലോഗ് ഈ ഒരു ടേപ്പ് റെക്കോർഡറിലേക്ക് പറയുന്നു. ഇങ്ങനെ 10 കുട്ടികളും പറയുന്നു. അങ്ങനെ 10 ഡയലോഗുള്ള ഒരു കോൺവെർസേഷൻ, ഒരു ഇംഗ്ലീഷിലുള്ള കോൺവെർസേഷൻ അവിടെ സംഭവിക്കുന്നു. ഇതാണ് സ്റ്റേജ് 2 ആയിട്ടുള്ള റെക്കോർഡഡ് കോൺവെർസേഷനിൽ നടക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം, ഓരോ സ്റ്റുഡൻറ്റും അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഡയലോഗ് ടീച്ചറിനോട് പറയുന്നു. ടീച്ചർ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. കുട്ടി അത് ഇംഗ്ലീഷിൽ പഠിച്ചതിന് ശേഷം ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് സ്റ്റേജ് 2 നടക്കുന്നത്. ഇനി സ്റ്റേജ് 3 ഡിസ്കഷൻ. അപ്പോൾ ഈ റെക്കോർഡഡ് കോൺവെർസേഷന് ശേഷം ഒരു ഫീഡ്ബാക്ക് അവിടെ നടക്കുകയാണ്. കുട്ടികൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ആക്ടിവിറ്റി എന്നുള്ളത്, എവിടെയാണ് അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടായത്, എത്രത്തോളം കോൺവെർസേഷൻ അവർക്ക് എഫക്റ്റീവായി നടത്താൻ പറ്റി, എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ട്രാൻസ്ലേഷൻ എന്നുള്ളത്. അങ്ങനെ അവരുടെ തന്നെ ആ ഒരു ലിസ്ണിംഗ് സ്പീക്കിംഗ് സ്കിൽസ് അവർ തന്നെ ഇവാലുവേറ്റ് ചെയ്യാണ്. അതാണ് ഡിസ്കഷൻ സ്റ്റേജിൽ നടക്കുന്നത്. ഇത് റെക്കോർഡഡ് അല്ല. ഓക്കെ, ഇത് വെറും ഒരു ഫീഡ്ബാക്കാണ്. സ്റ്റേജ് 4 ഇസ് ട്രാൻസ്ക്രിപ്ഷൻ. ഈ ഒരു സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കോൺവെർസേഷൻ ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ആയിട്ടുണ്ടല്ലോ, ഇത് അവർ റീപ്ലേ ചെയ്ത് ഈ ഒരു ഡയലോഗ്സ്, ആ ഒരു കോൺവെർസേഷനിൽ വരുന്ന ഇംഗ്ലീഷിലുള്ള ഡയലോഗ് എല്ലാം ടീച്ചർ ബോർഡിൽ എഴുതിയിടുന്നു. അത് കുട്ടികൾ ബുക്കിലേക്ക് കോപ്പി ചെയ്യുന്നു. അതാണ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റേജിൽ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ റീഡിങ് റൈറ്റിംഗ് സ്കിൽസാണ് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ കോൺവെർസേഷൻ നടക്കുന്ന ആ ഒരു ആക്ടിവിറ്റി
ആ ഒരു സമയത്ത് ലിസ്ണിങ് സ്പീക്കിംഗ് സ്കിൽസാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റേജിൽ റീഡിങ് റൈറ്റിംഗ്, അതായത് ഇംഗ്ലീഷിൽ എഴുതാൻ പഠിക്കുന്നു, ഇംഗ്ലീഷിൽ വായിക്കാൻ പഠിക്കുന്നു, ആ ഒരു സ്കിൽസാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റേജ് ഇസ് ലാംഗ്വേജ് അനാലിസിസ്. അപ്പോൾ ഈ ഒരു ഡയലോഗൊക്കെ പറയുന്ന സമയത്ത് ഗ്രാമറിൽ വരുന്ന ചേഞ്ചസ്, ടെൻസിൽ വരുന്ന ചേഞ്ചസ്, സ്പെല്ലിംഗ്, വൊക്കാബുലറി, ഇതെല്ലാം തന്നെ ടീച്ചറിന് അനലൈസ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുമാണ്. അതാണ് ലാംഗ്വേജ് അനാലിസിസ് വരുന്നത്. അങ്ങനെ ഒരു 5 സ്റ്റേജ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ക്ലാസ് റൂമിൽ CLL അപ്ലൈ ചെയ്യപ്പെടുന്നത്. ഇനി ഇതിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് അതുപോലെ ഡിസഡ്വാൻറ്റേജ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. CLLൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റുഡൻസിന് ഒരു ഓട്ടോണമി ഉണ്ട്. അതായത് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ഉള്ളൊരു ഇൻഡിപെൻഡൻസിയാണ് അവിടെ വളരുന്നത്. സോ they have the authority, they have the autonomy to choose the aspect of language and they can analyze their own conversation. പഠിക്കുക മാത്രമല്ല, അവിടെ ഒരു ഫീഡ്ബാക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ അനലൈസ് ചെയ്യാം അവർക്ക് എവിടെയാണ് പോരായ്മ വരുന്നതെന്ന്. അതുപോലെ തന്നെ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു കുറച്ചും കൂടി ഉള്ളൊരു സ്പേസ് ഈ ഒരു ടീച്ചിങ് മെത്തേഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അത്ര ഒരു പ്രൊഫഷൻസി ഇല്ലാത്തൊരു കുട്ടികളാണെങ്കിൽ, വെറും ബിഗിനേഴ്സ് മാത്രമാണെങ്കിൽ അവർക്ക് ഈ ഒരു മെത്തേഡ് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ടീം വർക്കാണ്. അപ്പോൾ പേര് പോലെ തന്നെ ഇതൊരു കമ്മ്യൂണിറ്റി ബേസ് ആയിട്ടുള്ളൊരു ടീച്ചിങ് മെത്തേഡാണ്. സ്റ്റുഡൻസ് കുറച്ചും കൂടി ഒരു പിയർ ലേണിംഗ് ഒക്കെയാണ് അവിടെ വരുന്നത്. ഒരു ടീമായിട്ടാണ് അവർ അനലൈസ് ചെയ്ത് അവരുടെ സ്വന്തം സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കി ലാംഗ്വേജ് പഠിക്കുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജിലേക്ക് വരികയാണെങ്കിൽ CLLനെ സംബന്ധിച്ച് ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ടീച്ചറിന്. കാരണം ഇവിടെ സ്റ്റുഡൻസ് ആണ് അന്നത്തെ ദിവസം ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ലെസൺ പ്ലാൻ മുമ്പേ കൂട്ടി പ്രിപ്പയർ ചെയ്യാൻ ഒരുപാടധികം ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചും കൂടി എന്താ പറയുക, ഒരു ട്രഡീഷണൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ടീച്ചിങ് മെത്തേഡ് അല്ല CLL. അതുകൊണ്ട് തന്നെ ആ ഒരു മെത്തേഡിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ഒന്നും ഇവിടെ പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ലെസൺ പ്ലാൻ ഉണ്ടാക്കി പോകുന്നത് അത്ര അധികം എഫക്റ്റീവ് ആയിരിക്കത്തില്ല. ആ ഒരു ദിവസത്തെ CLLൽ ആ ഒരു ദിവസത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ ക്വസ്റ്റ്യൻസും അവരുടെ കൺസേണും അവർ പഠിക്കാൻ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്സും ആയിരിക്കും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് വളരെയധികം ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ലെസൺ പ്ലാൻ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ, പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ലെസൺ പ്ലാനോ ഡിസ്കഷനോ ഒന്നും തന്നെ ഇവിടെ അധികം വർക്ക് ചെയ്യില്ല. അതാണ് CLLനെ കുറിച്ചുള്ളൊരു പൊട്ടൻഷ്യൽ ഡിസഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബേസിക് ഡെഫിനേഷൻ എന്താണെന്ന് നമ്മൾ നോക്കി, ഒരു ഓവർവ്യൂ, മെയിൻ പോയിൻറ്റ്സ് എന്താണെന്ന് നോക്കി, എങ്ങനെയാണ് ഈ ഒരു ടീച്ചിങ് മെത്തേഡ് ആപ്ലിക്കേഷൻ വരുന്നതെന്ന് നോക്കി, അതുപോലെ തന്നെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കി. സോ അതാണ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ. സോ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡൗട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്കിനുള്ള ഒരു വീഡിയോ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പ്രത്യേകിച്ച് പറയുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ടോപ്പിക്സിലെ വീഡിയോസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. I'll see you again in a new video. Till then, take care. Thank you.